കേരളത്തിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമൺ സന്ദർശിക്കുക എന്നത് എൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. KSRTC അവിടേക്ക് ഒരു ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ താമസിച്ചില്ല. 1500 രൂപ അടച്ച് യാത്ര ബുക്ക് ചെയ്തു. രാത്രി 9 മണിക്ക് KSRTC സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട ബസ്സിൽ അറപ്പുഴ പാലം കഴിഞ്ഞുള്ള എക്സിറ്റ് പോയിന്റിൽ നിന്നാണ് ഞാൻ ബസ്സിൽ കയറിയത്. ബസ്സിലെ ജീവനക്കാരായ സജീവ് കുമാറും സനീഷും ആദ്യം മുതൽക്ക് തന്നെ വളരെയധികം സഹകരണം നൽകിയിരുന്നു. കുറ്റിപ്പുറത്തിനും ഇടപ്പാളിനും ഇടയിലുള്ള അമ്മ റെസ്റ്റോറൻറ്റിൽ ബസ് നിർത്തി. യാത്രക്കാരുടെ അത്യാവശ്യങ്ങളെല്ലാം കഴിഞ്ഞാണ് പിന്നീട് ബസ് പുറപ്പെട്ടത്. യാത്രാ വഴികളെക്കുറിച്ചുള്ള ഒരു വിവരണം കണ്ടക്ടർ നൽകുകയുണ്ടായി. ഒരു ഗൈഡ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് ബസ് നിർത്തിയത് മൈക്കൽ പ്ലാസയിലായിരുന്നു. രാമപുരമാണ് സ്ഥലം. കുളിക്കാനും മറ്റ് അത്യാവശ്യങ്ങൾക്കുമായി 4 വലിയ മുറികൾ ഞങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉറക്കം മാത്രം നടന്നില്ല. സമയം രാവിലെ 6 മണി. ബസ് ഞങ്ങളെ കൊണ്ടെത്തിച്ചത് സെന്റ് അഗസ്റ്റിൻ ചർച്ചിന് മുന്നിലായിരുന്നു. രാമപുരത്തെ ഒരു പ്രസിദ്ധമായ പള്ളിയാണിത്. ഹോട്ടലിൽ പ്രാതൽ റെഡിയാവാൻ അരമണിക്കൂർ കൂടി താമസമുണ്ട്. പള്ളിക്കകത്ത് ഒരു സന്ദർശനം നടത്താമെന്ന് ഗൈഡ് പറഞ്ഞതനുസരിച്ച് എല്ലാവരും അങ്ങോട്ട് നീങ്ങി. ഇന്നു ഞായറാഴ്ച ദിവസമാണ്. പള്ളിയിൽ കുർബാന നടക്കുന്നു. സാമാന്യം തിരക്കുണ്ട്. അനേകം കോടികൾ മുടക്കി നവീകരിച്ച ഒരു പള്ളിയാണ് ഇതെന്നറിയാൻ കഴിഞ്ഞു. മുൻപുണ്ടായിരുന്ന പള്ളി ഹാളിന് പിൻവശത്താണ് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുതിയ വലിയ മനോഹരമായ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിങ്ങൾക്ക് മാംസത്തിൽ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. മോശ പറഞ്ഞു, ചെന്ന കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാവിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും കയറി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ ഉണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പറഞ്ഞു. പ്രാതലിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ആരോ സ്വപ്നം കൊണ്ടൊരു കളി വീടുണ്ടാക്കി. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. പാട്ട് പറഞ്ഞാൽ മതി, നാടൻ പാട്ട് അറിയില്ല. കയറ്റം തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ കോട മൂടിയ പ്രദേശമായി. കാഴ്ച അത്ര സുഗമമല്ല. യൂപ്പയിലൊക്കെ നമുക്ക് പ്രശ്നം തന്നെ ആയിരിക്കും. നമ്മളെ
മുനിയറ ഗുഹ കാണുന്നതിന് വേണ്ടി ബസ് ഒരിടത്ത് നിർത്തി. നാല് ജീപ്പുകളിലായാണ് മുനിയറ ഗുഹയുടെ മുകൾ ഭാഗത്തുള്ള വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നത്. പാർക്കിംഗ് സ്ഥലത്തു നിന്ന് നേരെ താഴോട്ടുള്ള വഴി കാണിച്ചു തന്നു. ഈറ്റക്കാടുകളിലൂടെ എല്ലാവരും താഴേക്ക് നടന്നു. മഴ പെയ്ത് നനഞ്ഞ മണ്ണാണ്. ചെറിയ ഗുഹാമുഖം കാണുന്നതിന് അല്പം പ്രയാസപ്പെടുകയുണ്ടായി. ഏതാനും പേർ ആദ്യം അകത്തേക്ക് കടന്നു. കാൽമുട്ടോളം വെള്ളമുണ്ട്. ഗുഹയ്ക്കകത്ത് ഇരുട്ടായതിനാൽ മൊബൈലിലെ ടോർച്ച് ഉപയോഗിച്ചാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങിയത്. അകത്ത് വെള്ളം ചാടുന്നതിൻ്റെ തിരമ്പൽ കേൾക്കാം. ഏതോ ചില ഭാഗങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിനാൽ ഗുഹയ്ക്കകത്തുള്ള ജലവിധാനം എപ്പോഴും സ്ഥിരമായി നിലനിൽക്കും. ഗുഹ കണ്ടതിന് ശേഷം എല്ലാവരും ജീപ്പിൽ കയറി. അടുത്ത ലക്ഷ്യമായ ഇലവീഴ പൂഞ്ചിറയിലേക്കാണ്. കുറച്ചു ദൂരം നല്ല പരുക്കൻ റോഡായിരുന്നു. ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലെ ദീർഘവൃത്താകൃതിയിലുള്ള ഈ ചിറ കോട മൂടിക്കിടക്കുകയാണ്. ഈ ചിറയ്ക്ക് സമീപത്തായി മരങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ടായിരിക്കാം ഇലവീഴ പൂഞ്ചിറ എന്ന പേര് വന്നത്. കോട അല്പസ്വല്പം നീങ്ങിയപ്പോഴാണ് ചിറയുടെ രൂപം വ്യക്തമായത്. ചുറ്റും ഇന്റർലോക്ക് ചെയ്ത നടപ്പാതയുണ്ടെങ്കിലും ചളിയും വെള്ളവും നിറഞ്ഞു കിടക്കുകയാണ്. നാല് ജീപ്പുകളും നേരെ മുകളിൽ പിൻപുറത്തുള്ള വ്യൂ പോയിന്റിലേക്ക് വിട്ടു. വളരെ പരുക്കനായ ഇടുങ്ങിയ റോഡായിരുന്നു. അനുവദനീയമായ ദൂരം വരെ ജീപ്പുകൾ ഞങ്ങളെ എത്തിച്ചു തന്നു. പിന്നീട് അങ്ങോട്ട് കയറ്റമാണ്. നടക്കുക തന്നെ. ധാരാളം ടൂറിസ്റ്റുകൾ ഇതിനകം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നീണ്ടു കിടക്കുന്ന കുന്നിൻ്റെ ഇരുവശങ്ങളിലും കോട മൂടിക്കിടക്കുകയാണ്. ഇരുവശത്തുമുള്ള താഴ്വാരങ്ങളുടെ ദൃശ്യം അവ്യക്തമായിരുന്നുവെങ്കിലും കോട മൂടിയത് ഒരു അനുഭവം തന്നെയായിരുന്നു. ഇലവീഴ പൂഞ്ചിറ ഷൂട്ടിങ്ങിൻ്റെ വേദിയായിട്ടുണ്ട്. പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുമ്പ് നിർമ്മിച്ച പഴയ ഒരു ക്യാബിൻ്റെ തുരുമ്പിച്ച ഭാഗങ്ങളും ഇവിടെ കാണാം. സമീപത്ത് കിടക്കുന്ന കാറ്റാടി സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാണെന്ന് അറിയാം.
തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വലതുവശത്ത് താഴ്വരയിലായി ഇലവിഴ പൂഞ്ചിറയുടെ മനോഹരമായ ദൃശ്യം അല്പം വ്യക്തമായത്. ഇല്ലിക്കക്കല്ലിലേക്കാണ് അടുത്ത യാത്ര. വഴിയിൽ കണ്ട ഒരു ചെറിയ കടയിൽ കയറി പലരും ചായ കഴിച്ചു. സമീപത്ത് ഒരു ചെക്ക് ഡാമുണ്ട്. ബസ് നിർത്തിയിടത്തു നിന്നും ജീപ്പിൽ കയറിയാണ് കുറെ ദൂരം മുകളിലേക്ക് എത്തിയത്. വ്യൂ പോയിന്റിലേക്ക് കുറെ ദൂരം നടന്നു കയറുക തന്നെ വേണം. ശക്തമായ കോട കാരണം നടക്കുന്ന വഴി മാത്രമേ ദൃശ്യമാവുന്നു. ഇരുവശത്തുമുള്ള കനത്ത കോട ആകാശവുമായി ലയിച്ചിരിക്കുന്നു. നടക്കുന്ന വഴിയുടെ ഇരുവശത്തും നല്ല കനത്ത സ്റ്റീൽ ബാരിക്കേഡുകളുണ്ട്. ഇല്ലിക്കൽ കല്ല് ഇവിടെ കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് അതാ ഒരു ഇരുണ്ട രൂപം തെളിയുന്നു. അക്കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് എന്ന് ചിലർ പറയുകയുണ്ടായി. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം കോട നീങ്ങി ഇല്ലിക്കൽ കല്ല് ദൃശ്യമായി. സമുദ്രനിരപ്പിൽ നിന്നും 4000-ഓളം അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇതേവരെ മഴ അലോസരപ്പെടുത്തിയില്ല എന്നുള്ളത് വലിയ ആശ്വാസമായി തോന്നി. തിരിച്ച് ബസ്സിലെത്താൻ ജീപ്പിൽ തന്നെ കയറി. വളഞ്ഞ് താഴോട്ടുള്ള റോഡ്. കോട അല്പം കുറഞ്ഞതുകൊണ്ട് ഇരുവശത്തും മനോഹരമായ ദൃശ്യം. അടുത്ത പരിപാടി ഉച്ചഭക്ഷണമാണ്. വീട്ടിലെ ഊണ് ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. വലിയ ഹോട്ടലൊന്നുമല്ലെങ്കിലും നല്ല ഭക്ഷണം കിട്ടുമെന്നാണ് പ്രതീക്ഷ. എല്ലാവരും സുഭിക്ഷമായി കഴിക്കുക തന്നെ ചെയ്യും. ഓംലെറ്റ് അടക്കമുള്ള ഭക്ഷണത്തിന് 130 രൂപ. വാഗമണിലേക്കുള്ള യാത്രയാണ്. കയറ്റമാണെങ്കിലും നല്ല റോഡാണ്. അങ്ങകലെ മലയുടെ പള്ളഭാഗത്തുകൂടെ വെട്ടിയുണ്ടാക്കിയ റോഡിലൂടെ വാഹനങ്ങൾ നീങ്ങുന്നത് കാണാം. ബസ് ഒരു അരുകി ചേർന്ന് വ്യൂ പോയിന്റിൽ നിർത്തുകയുണ്ടായി. നല്ല വിദൂര കാഴ്ചയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. വീണ്ടും യാത്ര തുടർന്നു. മല ചുറ്റിയുള്ള യാത്ര. സഞ്ചാരികളെ കൂടാതെ KSRTC ബസ്സുകളും ഇവിടേക്ക് ട്രിപ്പ് നടത്തുന്നുണ്ട്. തേയിലത്തോട്ടവും കുരിശുമലയും കടന്ന് വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ. ഒരു ജംഗ്ഷനിൽ ബസ് നിർത്തി. ഇടതുവശത്തേക്കുള്ള റോഡിലൂടെ നടക്കാനുള്ള നിർദ്ദേശവും ലഭിച്ചു. റോഡിന് ഒരു വശത്ത് വളരെ നീളത്തിൽ കെട്ടിയുണ്ടാക്കിയ ഷെഡുകൾ. എല്ലാം കച്ചവട സ്ഥാപനങ്ങളാണ്. വാഗമണ്ണിലെ മെഡോയിലേക്ക് പ്രവേശിക്കുന്നതിനും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. എല്ലായിടത്തും എൻട്രി ടിക്കറ്റുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഗൈഡായിരുന്നു. അതുതന്നെ ഞങ്ങൾക്കാർക്കും തന്നെ ടിക്കറ്റ് എടുക്കുന്നതിന് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. വിവിധ സ്ഥലങ്ങളിലെ എൻട്രി ടിക്കറ്റ് ചാർജും അതേപോലെ താമസ സൗകര്യവും ഉൾപ്പെടെ 600 രൂപ മുൻകൂട്ടി ഗൈഡിനെ ഏൽപ്പിച്ചതാണ്. ജീപ്പ് വാടകയും ഇതിൽ ഉൾപ്പെടും. ഇരുവശത്തുമായാണ് മുട്ടക്കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. എല്ലാം ഒരേപോലെ തോന്നിക്കുന്ന മുട്ടക്കുന്നുകൾ. സഞ്ചാരികളുടെ ബാഹുല്യം കൊണ്ടാകാം ഒരുപക്ഷെ ഈ മുട്ടക്കുന്നുകളിലെ പുല്ലെല്ലാം പോയി ചെമ്മൺ മാത്രമായി മാറിയിരിക്കുന്നത്.
കുറേ സമയം അവിടെ ചുറ്റി നടന്ന് വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ പകർത്തുന്നതിനുമായി ചെലവിട്ടു. സിപ്പ് ലൈൻ ടവറാണിത്. ടവറിൽ നിന്നും 2 വണ്ണമുള്ള കമ്പികൾ താഴേക്ക് നീണ്ടുപോകുന്നു. അടിയിലായി ഒരു ജലാശയമുണ്ട്. ജലാശയത്തിൽ കയാക്കിങ്ങിനും ബോട്ട് യാത്രയ്ക്കുമുള്ള സൗകര്യമുണ്ട്. പൈൻ ഫോറസ്റ്റ് ആണ് അടുത്ത ലക്ഷ്യം. ചെറിയ ഒരു റോഡിന് സമീപം ബസ് നിർത്തി ഞങ്ങളെല്ലാം ഇറങ്ങി. ഇടുങ്ങിയ റോഡിലൂടെ മുന്നോട്ട് നടന്നു ടിക്കറ്റ് കൗണ്ടറിന് സമീപം. ഗൈഡ് എത്തിയ ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചത്. നല്ല വൃത്തിയുള്ള കല്ലുപതിച്ച നടപ്പാതയിലൂടെ കുറേ ദൂരം താഴോട്ട് നടന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. സമയം അതിക്രമിച്ചിരിക്കുന്നതിനാൽ അവസാനത്തെ പരിപാടിയായി ഫ്ലവർ ഗാർഡൻ മാത്രമാണ് ഉണ്ടായിരിക്കുക എന്ന് ഗൈഡ് പറഞ്ഞു. അഡ്വഞ്ചർ പാർക്കും മറ്റും അടയ്ക്കുന്ന സമയമായിരിക്കും. ഫ്ലവർ ഗാർഡനിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആരംഭിക്കുന്നത് 6:30-ക്കാണ്. അതുവരെ ഗാർഡൻ ചുറ്റി നടന്ന് കുറേ ഫോട്ടോ വീഡിയോകൾ പകർത്തുകയുണ്ടായി. സമയം 6:30 അടുത്തപ്പോഴേക്കും കോട മൂടുകയും അതോടൊപ്പം താപനില വളരെയധികം താഴുകയും ചെയ്തു. 6:30-ക്ക് തന്നെ മ്യൂസിക്കൽ ഫൗണ്ടൻ ആരംഭിച്ചു. അത്ര ആകർഷകമായി തോന്നിയില്ല. അവസാനിക്കുന്നതിന് മുമ്പ് സ്ഥലം വിടുകയാണ് ഉണ്ടായത്. പറഞ്ഞ പ്രകാരം 7 മണിക്ക് തന്നെ ബസ്സിനടുത്തെത്തി. പാർക്കിംഗ് സ്ഥലത്ത് ഒരു വാഹനത്തിൽ ഉച്ചത്തിൽ മൈക്ക് ഘടിപ്പിച്ച് പാട്ട് നടക്കും. അടിപൊളി പാട്ടും അതിനു ചുറ്റും യുവാക്കളുടെ അടിപൊളി നൃത്തവും. കോഴിക്കോടേക്ക് തിരിച്ചുള്ള യാത്രയ്ക്കായി എല്ലാവരും ബസ്സിൽ കയറി.